സംയുക്ത സമരസമിതി ചെയർമാൻ ഹംസ എരിക്കുന്നൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഹംസ, നോക്കൂ, നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇതിനു മുൻപും ചർച്ചകൾ നടത്തിയിരുന്നു. ഗതാഗത മന്ത്രിയുമായി അടക്കം നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് നാളെ അനിശ്ചിതകാല സമരത്തിലേക്ക് നിങ്ങൾ കടക്കാൻ ഇറങ്ങുന്നത്. എന്തൊക്കെയാണ് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്? നേരത്തെ നമ്മളിതൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങളെ പ്രധാനപ്പെട്ട ആവശ്യം, അതായത് ഒന്നാമത്തെ ആവശ്യം, ഞങ്ങൾ എത്രയോ വർഷമായി 30-40 വർഷമായി സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ പെർമിറ്റുകൾ, അതായത് ഓരോ പെർമിറ്റും 5 കൊല്ലം കൂടുമ്പോഴാണ് ഞങ്ങൾക്ക് പുതുക്കി തരാറ്. ആദ്യം RTA ബോർഡ് ഒരു പെർമിറ്റ് തന്നാൽ അത് പിന്നെ ഓരോ 5 കൊല്ലം കൂടുമ്പോൾ പുതുക്കി തരും. അങ്ങനെ അതേസമയം ഇപ്പൊ എന്ത് ചെയ്തു വെച്ചാല് ഞങ്ങളുടെ ദീർഘദൂര പെർമിറ്റുകൾ, അതായത് 140 കിലോമീറ്ററിന് മുകളിൽ ഞങ്ങൾ സർവീസ് നടത്തുന്ന ഞങ്ങളുടെ പെർമിറ്റുകൾ ഞങ്ങൾക്ക് പുതുക്കി തരാതെ അവകൾ KSRTCക്കാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഞങ്ങൾ ഈ ദൂരയാത്രക്കാർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ 70, 80 അല്ലെങ്കിൽ 100 കിലോമീറ്റർ ഒക്കെ സർവീസ് നടത്തുന്ന ബസ്സുകൾ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളായിട്ട് യാത്രക്കാർക്ക് ഒരു സൗകര്യമാണ്. കാരണം 100 കിലോമീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് കുറഞ്ഞ ബസ്സിൽ കയറുന്ന യാത്രക്കാർക്ക് സൗകര്യമാണ്. അപ്പൊ അങ്ങനത്തെ പെർമിറ്റുകൾ ഞങ്ങൾക്ക് തന്നിരുന്നു. ആ പെർമിറ്റുകളൊക്കെ ഇപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ 2 കൊല്ലം മുമ്പ് സംസ്ഥാന ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കി. ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റുകളും അതുപോലെ തന്നെ ദീർഘദൂര പെർമിറ്റുകളും ഇനി സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കില്ല, അത് KSRTCക്ക് മാത്രമേ നൽകുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി സർക്കാർ. ഞങ്ങൾ ആ നോട്ടിഫിക്കേഷനെ കേരള ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു. ഹൈക്കോടതി ആ നോട്ടിഫിക്കേഷൻ അസ്ഥിരപ്പെടുത്തി. ഗവൺമെന്റ് അപ്പീൽ പോയി ഡിവിഷൻ ബെഞ്ചിൽ. ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന്റെ വിധി ശരിവെച്ചു. എന്നിട്ടും ഞങ്ങൾക്കിപ്പോ പെർമിറ്റ് തരുന്നില്ല. ഞങ്ങൾ പുതിയ ഒരു ഒറ്റ പെർമിറ്റ് ഞങ്ങൾ ചോദിക്കുന്നില്ല. ഞങ്ങൾ 10-20 വർഷങ്ങളായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പഴയ പെർമിറ്റുകൾ ഞങ്ങൾക്ക് പുതുക്കി തന്നാൽ മാത്രം മതി. പുതിയ പെർമിറ്റുകൾ KSRTC മാത്രം എടുത്തോട്ടെ, ഞങ്ങൾക്ക് വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ആ കാര്യത്തിൽ മന്ത്രി ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് പെട്ടെന്നൊരു തീരുമാനിക്കാൻ പറ്റൂല, അത് കോടതിയിൽ കിടക്കുന്ന കേസാണ് എന്നാ പറയുന്നത്. ഈ കോടതിയിൽ കേസ് ഇവർ കൊടുക്കുന്ന കേസാണ്. ഇവരടക്കിയ നോട്ടിഫിക്കേഷൻ ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്ത് അസ്ഥിരപ്പെടുത്തിയപ്പോ പിന്നെ ഇവർ അപ്പീൽ കൊടുക്കുകയാണ്. ആ കേസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ പെർമിറ്റ് തരാതിരിക്കുന്നത്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ 14 കൊല്ലമായിട്ട് വിദ്യാർത്ഥികൾ ഇപ്പോഴും ആ മിനിമം ചാർജ് 1 രൂപയിൽ നിൽക്കുകയാണ്. എപ്പോഴും പറയുമ്പോഴും അവര് നമുക്ക് കമ്മീഷനെ വെക്കാന്ന് പറയും. അങ്ങനെ വെച്ച കമ്മീഷനൊക്കെ വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്കിൽ കാര്യമായ വർധനവ് വരണം എന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും ഗവൺമെന്റ് ആ റിപ്പോർട്ട് നടപ്പാക്കുന്നില്ല. ഇപ്പൊ മന്ത്രി ചർച്ചയിൽ പറഞ്ഞു ഞങ്ങൾ വിദ്യാർത്ഥി നേതാക്കന്മാരോട് ചർച്ച ചെയ്യട്ടെ എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ അവർ എന്തെല്ലാം വില കൂട്ടി, എന്തെല്ലാം നികുതി കൂട്ടി, ഇതൊക്കെ ഉപഭോക്താവിനോട് ചോദിച്ചിട്ടാണോ? ഒരു ഏതെങ്കിലും ഉപഭോക്താവിനോട് നിങ്ങൾക്കുള്ള നികുതി കൂട്ടട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ വില വർദ്ധിപ്പിക്കട്ടെ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും സമ്മതിക്കുമോ? അപ്പൊ അതൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ ഈ ഡിമാൻഡുമായിട്ട് ഞങ്ങൾ പെട്ടെന്നൊരു സമരത്തിലേക്ക് വന്നതല്ല. എന്റെ സംഘടന, എന്റെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിരാഹാര സമരം നടത്തി ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി. അന്ന് ചർച്ച ചെയ്ത് എല്ലാം പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വാക്ക് തന്നതാ. ഒരു നടപടി ഉണ്ടായില്ല. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഞങ്ങൾ പല പ്രാവശ്യം ധർണകൾ നടത്തി, പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. ഈ 21 മന്ത്രിമാർ മുമ്പിലും ചെന്നിട്ട് ഞങ്ങൾ നിവേദനം കൊടുത്ത്, അതിന്റെയൊക്കെ പുറമെ ഈ പ്രധാന രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ മുമ്പിൽ ചെന്ന് നിവേദനം കൊടുത്ത്. അതിനൊന്നും ഒരു പരിഹാരം ഇല്ലാത്തപ്പോഴാണ് ഞങ്ങൾ കഴിഞ്ഞ 8-ാം തീയതി സൂചനാ സമരം നടത്തിയത്. അന്ന് തന്നെ ഞങ്ങൾ അനിശ്ചിതകാല സമരത്തിന് നോട്ടീസും കൊടുത്തിരുന്നു. പക്ഷെ ഇപ്പോ അതിനെപ്പറ്റി തീരുമാനമൊന്നുമില്ല. നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറണം, നമുക്ക് പിന്നീട് പരിഹരിക്കാം എന്നാ പറഞ്ഞത്. അതിന് ഞങ്ങൾക്ക് കഴിയില്ല. ഇന്ന് ചർച്ചയ്ക്ക് മന്ത്രി വിളിച്ചിട്ടുണ്ട്. കാരണം ഗവൺമെന്റ് പ്രതിനിധി ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചാൽ സ്വാഭാവികമാകും പോകാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കും. പക്ഷെ ഞങ്ങൾ ആവശ്യങ്ങളിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകാതെ ഞങ്ങൾക്ക് ചർച്ചയിൽ നിന്ന് സമരത്തിൽ നിന്ന് മാറിക്കാൻ കഴിയില്ല. ഞങ്ങൾ ശക്തമായി സമരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എല്ലാ ജില്ലയിലും സമരത്തിന്റെ പ്രചരണ പരിപാടികൾ ഇപ്പോ പല ജില്ലയിലും വാഹനജാഥകളും പോസ്റ്റർ ഒട്ടിക്കലും ഒക്കെ ആയിട്ട് പ്രചരണമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ ഞങ്ങൾ സമരത്തിൽ നിന്ന് ഞങ്ങൾക്ക് മാറിക്കാൻ കഴിയുള്ളൂ. തീർച്ചയായും ഇന്ന് നടക്കാൻ പോകുന്ന ഗതാഗത മന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്താൻ പോവുകയാണ്. അതിൽ താങ്കൾ പ്രതീക്ഷ വയ്ക്കുന്നുണ്ടോ? പ്രതീക്ഷ ഇല്ലാതെ നമ്മൾ ചർച്ചയ്ക്ക് പോകില്ലല്ലോ. ഒരു ഗതാഗത വകുപ്പ് മന്ത്രി, അദ്ദേഹം കഴിഞ്ഞ 16-ാം തീയതി ഞങ്ങളോട് ചർച്ചയിൽ പറഞ്ഞ ഞാൻ മുഖ്യമന്ത്രിയായിട്ടൊക്കെ ബന്ധപ്പെട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഞങ്ങൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ വകവെച്ച് തരാൻ കഴിയും എന്നുള്ള അദ്ദേഹത്തിന്റെ മനസ്സിലൊരു പിക്ചർ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ അത് ഞങ്ങൾക്കും കൂടി സമ്മതമാണെങ്കിൽ, നമുക്ക് നല്ല നിലയിലാണെങ്കിൽ നമുക്ക് സമരം മാറ്റിവെക്കാം. അല്ലാതെ ഞങ്ങൾക്കൊരു ആനുകൂല്യം കിട്ടാതെ സമരം മാറ്റിവെക്കാൻ കഴിയില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ ഹംസ എരിക്കുന്നതിന് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.